പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ. സകലത്തെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഞാനാണ് ആടുകളുടെ വാതിലെന്ന് അരുൾ ചെയ്തുകൊണ്ട് ജീവൻ്റെ സാന്നിധ്യവും സമീപ്യവും നൽകുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്തപ്രജങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുന്നു. പത്രോസിന് വലിയൊരു ദർശനം കാണിച്ചുകൊണ്ട് സകലതും വിശുദ്ധമെന്ന് കാണിച്ചു കൊടുത്ത കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നൽകി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രഭാതത്തിൽ അനുഗ്രഹം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിൻ്റെ കൃപയാണ് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുന്നെന്നും ഈ കൃപയാലാണ് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നതെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. നിൻ്റെ കാരുണ്യത്താലും നിൻ്റെ സ്നേഹത്താലും നിൻ്റെ ചൈന്യത്താലും ഞങ്ങളെ ഓരോരുത്തരെയും നയിച്ച് ശക്തിപ്പെടുത്തണമേ. ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്തപ്രജങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഇന്നേ ദിനം ആരെയും അശുദ്ധരെന്ന് മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവിധം ആവശ്യമായ എല്ലാ പ്രസാദവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്യണമേ. ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്തപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പത്രോസിനെ പോലെ പലപ്പോഴും സംശയിച്ചുകൊണ്ട് മറ്റുള്ളവരെ അശുദ്ധരെന്ന് കണക്കാക്കിയ അവസരങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാനും എല്ലാവരെയും സ്നേഹിച്ച അങ്ങയുടെ മക്കളാണ് ഞങ്ങളെന്ന ബോധ്യത്തിൽ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.